അലിൻ ജോസ് പെരേരയെ രേണുസുധിക്ക് ചുംബിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങളല്ലേ. അതായത് ഓരോ പ്രൊമോഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ഊളത്തരങ്ങൾ കാണിച്ച് സ്വന്തം വിലയാണ് കളഞ്ഞു കുളിക്കുന്നത് എന്നുള്ള ബോധം രേണു ചേച്ചിക്കില്ല. നമുക്ക് ആ വീഡിയോ മുഴുവൻ കാണാം. ഇവരുടെ ഒരു ഭയങ്കര രസകരമായിട്ടുള്ളൊരു ഡ്രാമാറ്റിക് സാധനമാണ്. കാണാട്ടാ. അല്ല ഞാൻ ചോദിച്ചാണ് ലിപ് ലോക്കിന്റെ സീന് നീ സ്ക്രിപ്റ്റിൽ പറഞ്ഞില്ലേ ഞങ്ങൾക്ക്? നീ പറഞ്ഞില്ലേ? അത് ശരി, രേണുസുധി അഡ്ജസ്റ്റ്മെന്റിനൊക്കെ തയ്യാറായിട്ട് അഭിനയിക്കൽ തുടങ്ങിയ മനസ്സിലായിട്ടില്ല. കാരണം ചോദിച്ചാട്ടോ. എന്തായാലും ഉളുപ്പ് എന്നൊരു സാധനം ഇല്ല എന്ന് ഈ ക്ലിപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഭയങ്കര എന്താണ് ബഹളം, കാട്ടിക്കൂട്ടലൊക്കെ കാണുമ്പോണ്ടല്ലോ. നമുക്ക് ഇനി ഇതിനെ അടുത്ത ആംഗിളിൽ നിന്ന് കാണാം. പറയാത്ത കാര്യം നമുക്ക് പറ്റില്ല. അതായത് സ്ക്രിപ്റ്റിൽ വൺ ലൈൻ ആയിട്ട് അത്ര എഴുതി കൊടുത്തതേ. അതായത് ഒരു ചുംബന സീൻ ഉണ്ട്, ലിപ് ലോക്ക് സീനാണ്. അപ്പോ രേണു അത് നീ അഭിനയിക്കണം എന്ന് വൺ ലൈനിൽ എഴുതി കൊടുത്തു എന്നുള്ള ഒരു സാധനമാണ് അവിടെ കിടക്കുന്നത്. വൺ ലൈനിൽ എങ്ങനെയാടാ ഈ ഒരു സാധനം എഴുതി കൊടുക്കുക? അത് കാണുമ്പോൾ തന്നെ ഇത് വലിയ സ്ക്രിപ്റ്റ് ആണെന്ന് മനസ്സിലാവൂലേ? നമുക്ക് ഇനി വേറൊരു ആംഗിളിൽ നിന്ന് കണ്ടാലോ. കുറെ ക്യാമറമാൻമാരുണ്ട് അവിടെ. എല്ലാവരും മോന്തൊക്കെ ഒന്ന് കണ്ടുവെച്ചോ, അതിന് വേണ്ടിയിട്ടാ. ഒരു ഡയറക്ടറിന്റെ കടമയാണ് എന്തൊക്കെ സീനുണ്ട് എന്തൊക്കെ വരും എന്ന് പറയേണ്ടത്. ഇല്ലല്ലോ പക്ഷില്ലല്ലോ അവന് കുഴപ്പമില്ല, അവന് കുഴപ്പമില്ല. ഇല്ലല്ലോ എന്തായാലും ഒറ്റ ക്വസ്റ്റ്യൻ വേണോ വേണ്ടത്? ചെയിന് കുഴപ്പമുണ്ടോ? ചെയിന് കുഴപ്പമുണ്ടോ? ആ അവര് സമ്മതിച്ചവർക്ക് കുഴപ്പമില്ല. ഓക്കെ, ലിപ് ലോക്കിന്റെ സീനുണ്ട്, നിനക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ, നീ ചെയ്യോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവനൊരു മൂലയിലേക്ക് ചവിട്ടി താത്തിക്കൊണ്ട് സംസാരിപ്പിക്കുകയാണ്. പക്ഷെ ഇവിടെ പൊട്ടനാവുന്നത് അവനാണ്. ആ പൊട്ടനാവുന്നത് കൊണ്ട് അവന് ഗുണവുണ്ട്. പുതിയ കാറും കാര്യങ്ങളൊക്കെ കിട്ടി. ഇവരെ നിരന്തരമായിട്ട് ഇങ്ങനെ ദുരുപയോഗം ചെയ്ത് അവസാനം ഇവൻ തനി പൊട്ടനായിട്ടൊരു മൂലക്ക് ഇരിക്കേണ്ടി വരും. പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ നാണം കെട്ട് നാറാണക്കല്ലെടുത്ത് കിടക്കേണ്ടി വരും. ഇതിനെ പ്രത്യേകം എടുത്ത് പറയേണ്ടത് രേണുസുധിയുടെ കാര്യമാണ്. പുലി വരുന്നേ പുലി എന്നൊരു സാധനമുണ്ട്. അതായത് എന്നെ ഉപദ്രവിക്കാൻ ആളുകൾ വരുന്നേ എന്ന് പറഞ്ഞ് ചീറി പൊളിക്കും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒന്നുമില്ല എന്ന് മനസ്സിലാവുമ്പോൾ സ്വാഭാവികമായിട്ടും നാളെ യഥാർത്ഥത്തിൽ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ എല്ലാവരും കാർക്കിച്ചിങ്ങനെ തുപ്പും. അത്രയേ ഉള്ളൂ. ഇപ്പൊ ഈ ഒരു കാട്ടിക്കൂട്ടലുകളൊക്കെ ശരിക്ക് ഓവറാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് തന്നെ രേണുസുധിയോട് ഇഷ്ടമുള്ള ആളുകൾക്ക് ഭയങ്കര വെറുപ്പ് തോന്നാനുള്ള സാധ്യതയുണ്ട്. കാരണം വീഡിയോന്റെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ കാര്യം മനസ്സിലാവും. ഒരു ഡയറക്ടറിന്റെ കടമയാണ് എന്തൊക്കെ സീനുണ്ട് എന്തൊക്കെ വരും എന്ന് പറയേണ്ടത്. ഇല്ലല്ലോ പക്ഷില്ലല്ലോ അവന് കുഴപ്പമില്ല, അവന് കുഴപ്പമില്ല. ഒറ്റ ക്വസ്റ്റ്യൻ വേണോ വേണ്ടോ? കുഴപ്പമുണ്ടോ?
ജയിലിന് കുഴപ്പമുണ്ടോ? ജയിലിന് കുഴപ്പമുണ്ടോ? സമ്മതിച്ചവർക്ക് കുഴപ്പമില്ല. നിങ്ങളെന്താ കുഴപ്പം? ചെയ്യണോ? പ്രാങ്ക് ചെയ്തിട്ട് അലിജാസ് പെരേരനെ പ്രാങ്ക് ചെയ്ത് പേടിച്ച് ആഗ്രഹമുണ്ട് പക്ഷെ കിട്ടൂല. പ്രാങ്ക് ആയിരുന്നു ഗൈസ്. നമുക്ക് ഇതൊന്നും മനസ്സിലാവണില്ല ഗൈസ്. കാട്ടിക്കൂട്ടല് സഹിക്കണില്ല ഗൈസ്. ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങളിൽ പോയി പെട്ട് കഴിഞ്ഞ ഗൈസ് നീ ഇനി അധികം നാളൊന്നും സിനിമാ ഫീൽഡിലോ സീരിയൽ ഫീൽഡിലോ ഉണ്ടാവില്ല ഗൈസ്. ആളുകൾ വെറുത്ത് ഒരു വിധമായി ഗൈസ്. എന്തായിരുന്നു ശരി ഹാ 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 ഹാറിട്ട് ഉള്ള വില മൊത്തം കൊണ്ടേ കളയാം. ഉളുപ്പ് എന്നൊരു സാധനം ഇല്ലേ, അതെങ്ങനെ ഓരോന്ന് കാണിച്ചു കിട്ടാൻ എന്ത് കാര്യമുള്ളത്? വൃത്തികേടാണിത്, പക്ക വൃത്തികേട്. ആ ഒരു വ്യക്തിയെ വിളിച്ചു വരുത്തിക്കൊണ്ട് അയാൾ അപമാനിക്കുന്ന ഒരു കുഴപ്പമില്ല, അയാൾ അപമാനിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല, കാരണം അയാൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആ അപമാനിക്കപ്പെടുന്ന ആളുടെ ആ ഒരു മനോഭാവം ഇന്ന് മനസ്സിലാവില്ല. നാളെ അവന് പ്രാന്തായിട്ട് ആശുപത്രി കിടക്കുമ്പോഴോ രേണു സുധിയെ നിന്നെ പോലുള്ള ആള് മനസ്സിലാക്കുക. ഇനി വേറൊരു കാര്യം, നീയൊക്കെ ഫീൽഡ് ഔട്ട് ഉറപ്പായിട്ടാവും, കാരണം അത്രയും മാത്രം കഴിവൊന്നും ഇല്ല നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഇങ്ങനെയുള്ള കുറെ അമാളിത്തരം കൂടി ആവുമ്പോ പറയും വേണ്ട. തന്നെ വെറുപ്പിക്കല് പരിപാടിയാണിത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് പ്രാങ്ക് ആണെന്നും ബ്ലാങ്ക് ആണെന്നും ഒക്കെ. ബ്ലാങ്ക് ആണ് മൈൻഡ് എന്ന് ഉറപ്പാ. കാരണം ഇപ്പൊ എന്തൊക്കെയാ നടക്കുന്നത്, എന്തെങ്കിലുമൊക്കെ യാന്ത്രികമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ എന്നുള്ളൊരു കാര്യം കൊണ്ട് പൈസ കിട്ടാൻ വേണ്ടി മാത്രം. സത്യത്തിൽ പറയട്ടെ, വെറുപ്പിക്കന്റെ അങ്ങേയറ്റ. സോഷ്യൽ മീഡിയ തുറന്ന എന്റെ പൊന്നു മക്കളെ, എന്തുകൊണ്ടാണ് ഇവർ ഇത്ര സജഷനിൽ വരുന്നത് എനിക്കറിയില്ല. ഒരു ചേച്ചി അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇത് തമാശയായിട്ട് എടുത്തു. പക്ഷെ ഞാൻ ഇപ്പൊ നോക്കുമ്പോൾ ഞാൻ ആ സജഷനൊക്കെ ഹിസ്റ്ററി ഒക്കെ ക്ലീൻ ആക്കിയിട്ട് പോലും ഇവർ തന്നെ മുന്നോട്ട് വരുന്നത്. നോക്കുമ്പോൾ കമന്റിലെ തെറി കാരണമാണ് ഇത്ര അധികം മുന്നോട്ട് വരുന്നത്. കമന്റ് കാരണമാണ് വരുന്നത്. കമന്റ് ഇങ്ങനെ ഓരോരുത്തർ തെറി വിളിക്കുമ്പോൾ അത് റീച്ചിലേക്ക് പോകും. അങ്ങനെ മാത്രമാണ്, വേറെ ഒന്നുമല്ല. എന്തായാലും ഇതൊക്കെ ഒരു വൃത്തികെട്ട പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പ്രാങ്കും കാര്യങ്ങളൊക്കെ കാണിക്കുക അതൊന്നും കുഴപ്പമുള്ളതല്ല. പക്ഷെ സ്വന്തം വിലയും നിലയും കളഞ്ഞുകൊണ്ട് ചെയ്യരുത്. ലിപ് ലോക്ക് ചെയ്യുന്ന ഞാൻ വന്നപ്പോൾ അലിൻ ജോസുമായി ലിപ് ലോക്ക് ചെയ്യാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ അടി പല രീതിയിലാണ് ആളുകൾ ഇതിന് ചർച്ച ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വില ഇല്ലാണ്ടാക്കുന്നത്. ഇനി എന്തെങ്കിലും വിലയുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് വിലയാണുള്ളത് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തുക. വേറെ ഒന്നും പറയുന്നില്ല, അത്ര തന്നെ. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി. അതുവരെ സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.